ഈസ്റ്ററിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. വിവരങ്ങളുമായി വിനീത വീതി ചേരുന്നുണ്ട്. വിനീത, പള്ളികളിൽ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ സമയമാണ്. വിവരങ്ങൾ. പ്രവിധ, പള്ളികളിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വരാപ്പുഴ അതിരൂപത സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ പള്ളിയിലാണുള്ളത്. ഇവിടെ 10 മണിയോടുകൂടിയാണ് പ്രത്യേക പ്രാർത്ഥനയും ഒപ്പം തന്നെ ശുശ്രൂഷ കർമ്മങ്ങളും ആരംഭിച്ചത്. മാർ ജോസഫ് കളത്തിൽപ്പറമ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവുക. അല്പസമയം മുൻപാണ് പ്രതീകാത്മകമായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ചുകൊണ്ടുള്ള ദൃശ്യാവിഷ്കരണമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നു. ഈ ബൈബിളിലേക്കുള്ള ഓരോ വചനങ്ങൾ അവർ ഏറ്റു പറയുന്നുണ്ട്. അത്തരത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥന അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവിധ പള്ളികളിൽ, കൊച്ചിയിലെ വിവിധ പള്ളികളിൽ ഇന്ന് രാത്രി പ്രത്യേക പാതിരാ കുർബാനയും ഒപ്പം തന്നെ ശുശ്രൂഷ കർമ്മങ്ങളും ഒക്കെയുണ്ട്. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന പെരുന്നാൾ ശുശ്രൂഷ കർമ്മങ്ങൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗിർഗോറിയോസ് ആണ് കാർമ്മികത്വം വഹിച്ചിരുന്നത്. ഉയർപ്പിന്റെ സന്ദേശവുമായി ലോകത്തിന്റെ പാപഭാരം ചുമലിലേറ്റ് കുരിശുമരണം വരിച്ച ക്രിസ്തു മൂന്നാം നാൾ പുനരുദ്ധാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് വിശ്വാസികൾക്ക് ഈസ്റ്റർ. അതിന്റെ അവസാനവട്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഈ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ നടക്കുന്നത്. ഈ നാളെ രാവിലെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഈ 51 ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ നോമ്പുകാലം, അതിന്റെ ഒരു വിശുദ്ധവാരത്തിന്റെ ആരംഭം, അതിനൊടുവിൽ ഇപ്പോൾ വിശ്വാസികൾ ഈസ്റ്റർ അത് ആഘോഷിക്കുകയാണ്, അതിന് തൊട്ട് ആചരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപായുള്ള പ്രത്യേക പാതിരാ കുർബാനയാണ് ഇന്ന് പള്ളികളിലൊക്കെ തന്നെ നടക്കുന്നത്. ആ പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. പ്രവിധ, വിവിധ പള്ളികളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. ഉയിർപ്പിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. ഇപ്പോൾ പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, പാളയത്തെ ചടങ്ങുകൾ ഏത് നിലയിൽ പുരോഗമിക്കുന്നു? ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിയത്. തിരുവനന്തപുരത്തെ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു പ്രധാന ദേവാലയമാണ് ഈ പാളയത്തെ പള്ളി. പാളയം പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മറ്റ് സഭകളിലുള്ള ആളുകൾ ഉൾപ്പെടെ എത്തുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി വിശ്വാസികളാണ് എത്തിയിരിക്കുന്നത്. അവരുടെ ഏറെ ദിവസങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു രാത്രി എന്ന് പറയുന്നത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകാത്മകമായുള്ള ചടങ്ങുകൾ അവർ നടത്തും. അത്തരത്തിൽ ചടങ്ങുകളുടെ ഭാഗമാകും, പ്രാർത്ഥനകളുടെ ഭാഗമാകും. അത്തരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഈസ്റ്ററിനെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്, നിമിഷങ്ങൾ മാത്രമാണുള്ളത്. അതിനായുള്ള ഒരു കാത്തിരിപ്പാണ്. അതിനു മുമ്പുള്ള പ്രാർത്ഥനകളിലാണ് എല്ലാവരും ഉള്ളത്. വലിയ തോതിലുള്ള വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. അവർ മെഴുകുതിരി കത്തിച്ചും മറ്റുമാണ് ഈ പ്രാർത്ഥനകളുടെ ഭാഗമാകുന്നത്. ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ദേവാലയത്തിലുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ നിമിഷമാണ്. കുറെ കാലത്തെ നോയമ്പിന്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ഒരു പരിസമാപ്തി ഇന്നത്തെ രാത്രി ഉണ്ടാവുന്നു. നാളെ മുതൽ ഈ യേശുവിന്റെ ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. നാളെ ഈസ്റ്റർ ആണ്. എല്ലാ പീഡകളുടെയും അവസാനം യേശു വീണ്ടും പുനർജനിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ആചാരങ്ങളും എല്ലാം നടക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചടങ്ങുകൾ പൂർത്തിയായി മറ്റ് ആഘോഷങ്ങളിലേക്ക് വിശ്വാസികൾ പോകും.
വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നുണ്ട്. സമീർ, അവിടുത്തെ ചടങ്ങുകൾ, ശുശ്രൂഷകൾ എവിടെ വരെയായി? ഏതൊക്കെ പുരോഹിതരാണ് നേതൃത്വം നൽകുന്നത്? ഗോകുൽ, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ പള്ളിയിലെ ഉയർപ്പ് തിരുനാൾ ദിവ്യബലി ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. ഉയർപ്പ് ശുശ്രൂഷകൾ അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. പെസഹത്താരി, പുത്തൻതീ, വെള്ളം എന്നിവയുടെ ആശീർവാദമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണമായിരിക്കും തുടർന്ന് നടക്കുക. 12 മണിയോട് കൂടിയാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് പ്രതീകാത്മകമായിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിയ യേശുക്രിസ്തു കുരിശുമരണത്തിന് ശേഷം 3-ാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം. അതിന്റെ ഭാഗമായിക്കൊണ്ട് ക്രിയാത്മകമായിക്കൊണ്ടുള്ള ഒരു കല്ലറ, ഇവിടെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കല്ലറ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ആ സമയത്ത് 12 മണിയോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ്. അതുപോലെ തന്നെ താമരശ്ശേരി മേരിമാതാ പള്ളിയിലും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ അതിന് നേതൃത്വം നൽകുന്നത് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ്. ഇത്തരത്തിൽ വിവിധ ദേവാലയങ്ങളിൽ വിപുലമായിട്ടുള്ള പരിപാടികളോട് തന്നെയാണ് പാതിരാ കുർബാന പുരോഗമിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു പ്രത്യാശയുടെ നാളുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. വലിയ ഒരു ഈ ഇരുട്ടിൽ നിന്നുള്ള ഒരു മോചനമാണ് ഉയർപ്പിലൂടെ സാധ്യമാകുന്നത് എന്നാണ് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ നൽകിയ ഒരു വലിയൊരു പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 12 മണിയോടുകൂടിയായിരിക്കും പ്രതീകാത്മകമായിട്ടുള്ള യേശുവിന്റെ പുനരുദ്ധാരണം അത് ഉണ്ടാവുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ ദേവാലയത്തിൽ പൂർത്തിയായിട്ടുണ്ട്. വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ, ഉയിർപ്പിൻ്റെ ശുശ്രൂഷകൾ നടക്കുകയാണ്. ഒരു നോമ്പുകാലത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് ആഘോഷമാക്കി പ്രത്യാശയുടെ പ്രാർത്ഥനകളുമായി വിശ്വാസികൾ പള്ളികളിൽ കഴിയുന്ന രാത്രിയാണ്. വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്.